ഹായ് ഓൾ. ക്യാൻഡി വന്നിട്ടൊരു 1 മന്ത് കഴിഞ്ഞു. അപ്പോൾ ആളിതുവരെ പുറത്തോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. ഇത് ക്യാൻഡിയുടെ ഫസ്റ്റ് ഔട്ടിങ്ങിൻ്റെ ഒരു കുട്ടി വ്ളോഗാണ്. ഇതെൻ്റെ കസിൻ ചേച്ചി. നമ്മളെല്ലാവരും കൂടെ ഇപ്പോൾ നാട്ടിൽ ഡാഡിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്, അമ്മ വീട്ടിലേക്ക്. അത് കോവളം ബീച്ചിൻ്റെ അടുത്തായിട്ട് വരും. അപ്പോൾ ബാക്കി ഇനി നമുക്ക് അവിടെ പോയിട്ട് കാണാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വീട്. ഇത് ആക്ച്വലി എൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ വീടാണ്. ഇപ്പോൾ ഇവിടെ ആരും താമസമില്ല. നമ്മൾ നാട്ടിലേക്ക് വരുമ്പോൾ ഒക്കെ ഇങ്ങോട്ടേക്ക് ഇറങ്ങാറുണ്ട്. ഒരു 20-25 ഇയേഴ്സോളം പഴക്കമുള്ള വീടാണ്. അങ്ങനെ കുറച്ച് ക്ഷീണിച്ചപ്പോൾ വാട്ടർമെലൺ ജ്യൂസൊക്കെ കുടിച്ച് നമ്മൾ രണ്ടുപേരും കൂടി ഈ വീടൊക്കെ ഒന്ന് റിനോവേറ്റ് ചെയ്താലോ എന്നൊക്കെ പ്ലാൻ ഇടുമായിരുന്നു. പിന്നെ ഇവിടെ ക്യാൻഡിക്കും ഫ്രൂട്ട്സ് ഭയങ്കര കൊതിയാണ്. അങ്ങനെ അവനും കുറച്ച് വാട്ടർമെലനൊക്കെ കൊടുത്തു. പിന്നെ നമ്മൾ നേരെ ടെറസിലോട്ട് പോയി. പിന്നെ അവിടെ കുറേ ക്യാൻഡി ഓടിക്കളിച്ചു. പിന്നെ ആള് കുറച്ചങ്ങ് വളരെയധികം തളർന്നു പോയി. കുറച്ച് ഓടിക്കളിച്ചപ്പോഴത്തേക്കും അവന് ചൂട് തീരെ പറ്റത്തില്ല. പിന്നെ ഡാഡി മരത്തിലൊക്കെ കയറി ആപ്പിൾ ജാമ്പയ്ക്കൊക്കെ പറിച്ചു. പിന്നെ മാൾ ചേച്ചി ടെറസിൻ്റെ മേലെ കയറി മാങ്ങയൊക്കെ പറിക്കുന്നുണ്ടായിരുന്നു. അപ്പുറത്ത് നമ്മുടെ വീടിൻ്റെ സൈഡിൽ തന്നെ മാവുണ്ട്. പിന്നെ ഈ ഏണി വഴിയൊക്കെ കയറിപ്പോയി മാങ്ങയൊക്കെ പറിച്ചിട്ടു. ഒരാൾക്ക് ഇവിടെ തീരെ ചൂട് സഹിക്കാൻ കഴിയാണ്ട് ഫ്രിഡ്ജിൻ്റെ അകത്ത് കയറി ഇരിക്കുമായിരുന്നു. ആൾ തീരെ അങ്ങ് കുഴഞ്ഞു പോയി. ചൂടായിട്ട് അവന് തീരെ ചൂട് ശീലമില്ല. പിന്നെ നമ്മൾ വെള്ളമൊക്കെ കൊടുത്തു. അതിനുശേഷം പിന്നെ കാറി കയറി AC ഇട്ടപ്പോഴത്തേക്കും തന്നെ അവൻ ഫ്ലാറ്റായി. അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്തി. വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി. ഇതാണ് നമ്മുടെ വെള്ളായണി കായൽ. ഒത്തിരി സീരിയൽ ലൊക്കേഷൻസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇതും കോവളം നമ്മുടെ വീട് ഒക്കെ ഏകദേശം അടുത്തടുത്താണ്. അപ്പം ഇടയ്ക്കൊക്കെ നമ്മളിവിടെ വരാറുണ്ട്. ഇവിടെ ഇപ്പോൾ 2 സൈഡിലായിട്ട് കായലും നടുക്കൂടെ റോഡാണ്. പിന്നെ ഇവിടെ ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാർ. കുറച്ച് പേരൊക്കെ വന്നിങ്ങനെ ചൂണ്ടയൊക്കെ ഇട്ട് മീനൊക്കെ പിടിക്കാറുണ്ട്. അവിടെ നല്ല ചൂട് കോളിഫ്ലവർ ഫ്രൈ നല്ല ഫ്രഷായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ പാനിപ്പൂരി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്ലേറ്റ് കോളിഫ്ലവറും മേടിച്ചു. പിന്നെ ഒരു പ്ലേറ്റ് പാനിപ്പൂരിയും മേടിച്ചു. ക്യാൻഡി അപ്പോഴത്തേക്കും ഉറക്കമൊക്കെ എണീറ്റു. അവന് ഈ പപ്പടം പോലത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പാനിപ്പൂരിക്കകത്തുണ്ടായിരുന്ന കോൺഫ്ലേക്സ് ഒക്കെ അവന് കൊടുത്തു. അവന് പല്ലൊന്നും ഫുള്ള് വന്നിട്ടില്ല, എന്നാൽ അവൻ മാക്സിമം ട്രൈ ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പേരൊക്കെ നമ്മുടെ പപ്പീനെ കാണാൻ വന്നു. അവിടെ ലേക്ക് കാണാൻ വന്നവരാണ്. അങ്ങനെ പേരും ഇതൊക്കെ ചോദിച്ചു. കുറച്ച് നേരം കളിപ്പിച്ചു. അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സന്ധ്യയായി. പിന്നെ നമ്മൾ പതുക്കെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.